ഈ ഇംഗ്ലീഷ് ടേംസില് ചിലർക്ക് ഡൗട്ട് വരാവുന്ന ഒന്നാണ് ഗെറ്റ് ഇൻ ടു ദ കാറും ഗെറ്റ് ഓൺ ടു ദ ബസ്സും ഗെറ്റ് ഓൺ ടു ദ ട്രെയിൻ എന്നൊക്കെ. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം എന്നറിയോ? കാറിലേക്ക് മാത്രം ഗെറ്റ് ഇന്നും മറ്റേതിലേക്കൊക്കെ ഗെറ്റ് ഓണും പറയാനുള്ള കാരണം എന്താണ്? പറഞ്ഞുതരാം. കാരണം എന്താന്ന് വെച്ചാല് ഈ കാറില് നമുക്ക് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഗെറ്റ് ഇൻ ടു ദ കാർ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു ദ ബൈക്ക്. ബൈക്കിൽ എണീച്ച് നടക്കാനൊക്കെ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഗെറ്റ് ഇൻ ടു ദ കാർ, ഗെറ്റ് ഇൻ ടു ദ ബൈക്ക് എന്നൊക്കെ പറയാം. എന്നാൽ ബസ്സിലും ട്രെയിനിലൊക്കെ ആണെങ്കിലോ നമുക്ക് നടക്കാം, എഴുന്നേറ്റ് നടക്കാം, ഇരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം, വാക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം അല്ലെ? അതുകൊണ്ടാണ് ഗെറ്റ് ഓൺ ടു ദ ബസ്, ഗെറ്റ് ഓൺ ടു ദ ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വെഹിക്കിൾസിന്റെ കാര്യം നമ്മൾ പറയുമ്പം ഓണും, എന്നാൽ നമുക്ക് ഇരിക്കാനും നടക്കാനും പറ്റാത്ത കാര്യത്തിലേക്ക് വരുമ്പം ഇന്നൊന്നുമാണ് കേട്ടോ.